ഞാനും അച്ഛൻ എണീറ്റിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളിപ്പോൾ വീട്ടിലാണ്, എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. മുറ്റം നന്നായി ഇങ്ങനെ നനഞ്ഞ് കിടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിഴക്കേപ്പുറത്തേക്ക് വെയിൽ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതേ അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മാമ്മ ദേ അട ചൂടുന്നുണ്ട്. ഗോതമ്പടയാണ് കേട്ടോ. ഇന്നലെ നമ്മളിങ്ങനെ ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളിൽ വെച്ചിട്ട് ഗോതമ്പട അമ്മ ചുട്ടിട്ടിട്ടുണ്ട്. എന്താ, എനിക്ക് ഗോതമ്പിൻ്റെ അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛനും അത്യാവശ്യം ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അതേ അമ്മ ബാക്കിയുള്ള അടയൊക്കെ ഇതേ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ പിന്നെ ഉറങ്ങിയിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അമ്മ അട ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചോറ് കുക്കറിലാണ് വെക്കണത്. ഇവിടെ അച്ഛനും അമ്മയല്ലേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള ചോറല്ലേ. അപ്പോൾ പെട്ടെന്നാവാൻ നമുക്ക് കുക്കറാണല്ലോ നല്ലത്. അപ്പോൾ അമ്മ കുക്കറിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. പിന്നെ മുരിങ്ങക്കായ ഇങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് അമ്മ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായും പരിപ്പും വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് അമ്മ. അപ്പോൾ മുരിങ്ങക്കായ്ക്കുള്ള പരിപ്പൊക്കെ അളന്നെടുക്കുകയാണ് കേട്ടോ. മുരിങ്ങക്കായ വയ്ക്കാനുള്ള പരിപ്പ് അളന്നെടുത്തതിന് കഴുകി ഇനി കുക്കറിലിടണം. അടുപ്പത്ത് ഇപ്പോൾ 2 ഐറ്റംസ് ഓൾറെഡി ഇരിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവായിട്ട് വേണം ഇനി പരിപ്പ് അടുപ്പത്ത് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചു എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അച്ചുട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല കേട്ടോ ആൾ. എനിക്ക് പല്ലയ്ക്കാൻ വേണ്ടിയിട്ടായാലും ആൾ മേത്തുനിന്ന് ഇറങ്ങണില്ല. എന്നെ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അത് അവളുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇറങ്ങില്ല മേത്തുനിന്ന്. നമ്മളെന്ത് പണിയെടുക്കണമെങ്കിലും അടുക്കളയിൽ ഉണ്ടാവും കേട്ടോ. ആളും അടുക്കളയിൽ ഉണ്ടാവുന്നില്ല, എൻ്റെ ഒക്കത്തവും കയറിയിരിക്കുന്നുണ്ടാവാം. ഇത് നമ്മുടെ വടക്കേപ്പുറമാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് ഒരലക്കല്ലുണ്ട്. പിന്നെ അവിടെ അങ്ങനെ വെള്ളം ചൂടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അടുപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചാമ്പൈപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്നും അത് ഉപയോഗിക്കണില്ല. ഇപ്പോൾ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഞാനും കൂടി അവിടെയൊക്കെ ഒന്ന് ഇരുന്നു. അപ്പോൾ വെയിൽ ഞങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. വെയിൽ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിഴക്കേപ്പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ഒരു 12 മണി സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും നമ്മുടെ കിഴക്കേപ്പുറത്ത്. അപ്പോൾ അച്ചു എൻ്റെ കൂടെ ഇങ്ങനെ വർത്താനം പറയാണ്. പോവാണ്ട് ഇറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാണ്ടുള്ളത് നടക്കാം. വടക്കേപ്പുറത്ത് നമുക്ക് കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ട് കേട്ടോ. അമ്മയ്ക്ക് പയർ നട്ടിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ അതേ മിളകുണ്ട്. നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള ഐറ്റംസുകൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ചീരക്കൃഷി, പിന്നെ ചേമ്പ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചാമ്പയ്പ്പ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പിന്നെ 18 പട്ടേര തെങ്ങുണ്ട്. പച്ചുവിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. എൻ്റെ മേത്തുനിന്ന് ഇറങ്ങാണ്ട് ഇതേ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ചു. അമ്മരയിൽ എങ്ങനെയൊക്കെയോ കൊടുത്തിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചു. വെള്ളം കുടിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ചായ കുടിക്കാൻ വെച്ചു. അമ്മ ഉണ്ടാക്കിയ അട അതാണ് കേട്ടോ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചു എൻ്റെ മടിയിലേക്ക് കയറാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അമ്മ ചക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ ഇതാക്കിയെടുത്ത് വെച്ച ചക്ക നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അട ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചുവിന് കൊടുക്കുകയാണ് ഞാൻ. ഇപ്പം എൻ്റെ മേത്ത് കയറിയിരിക്കും കേട്ടോ ഒരാൾ. മേത്ത് കയറിയിരുന്നു. ചക്ക ഇത് തിന്നാണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധാ ഒരു ഫോണാണ് എൻ്റെ. അപ്പോൾ അതിൽ വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് പുതുതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അച്ഛനൊന്നും കഴിച്ചില്ല കേട്ടോ കാര്യമായിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കുറുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമൃതം പൊടിയിൽ കുറുക്ക് ആൾ തിന്നാറുണ്ട് കേട്ടോ. അവിടെ ഉള്ളപ്പോൾ തിന്നാറുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഫുള്ള് ഇങ്ങനെ കളിക്കണം, പുറത്തിറങ്ങണം എന്നുള്ളൊരു ജ്വരമാണ്. അത് കാരണം അവളൊന്നും തിന്നേയില്ല, ഒന്നും കഴിക്കാറില്ല കേട്ടോ. അത് കാരണം ഫുൾ മൈൻഡിൽ ഫുള്ള് കളിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവൾക്ക്. അപ്പോൾ ഞാൻ അവൾക്ക് കുറുക്കുണ്ടാക്കണം. നമ്മുടെ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പണിയൊക്കെ ഒരു ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡി ആക്കിയിട്ടുണ്ട് അമ്മ. അതുപോലെ തന്നെ കറി ഞങ്ങളുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചുവിന് ഞാൻ കുറുക്കുണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവൾക്ക് കുറുക്ക് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ കുറുക്ക് കഴിക്കുമെന്നും ഉറപ്പില്ല. എന്നാലും ഞാൻ കുറച്ച് ഉണ്ടാക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പനങ്കൽക്കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ശർക്കര ചോദിക്കുകയാണ്, ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. ഒരുവിധം എന്തായാലും ഈ അമൃതം പൊടി മധുരം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കുറുക്ക് ഉണ്ടാക്കി വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മധുരം കിട്ടാറില്ല. പിന്നെ നമ്മളെ കഴിപ്പിക്കണമെങ്കിൽ ഇത്തിരി മധുരം വേണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി ശർക്കര എടുത്ത് തരാൻ പറയുകയാണ് അന്നേരം എടുത്ത്.
അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ അതിൽ അരിഞ്ഞിട്ട് വേഗം തന്നെ അവൾക്ക് കുറുക്കുണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ അടുക്കളപ്പണിയൊക്കെ ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ ഞാൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേരെ പണിയൊക്കെ ഭയങ്കര സ്ലോ ആണ്. അച്ചുള്ള കാരണം അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ എണീക്കും കേട്ടോ. കാലത്ത് എണീക്കുന്നത് എന്താണെന്ന് അറിയോ, അമ്മമ്മേരെ കൂടെ പുറത്തിറങ്ങി നടക്കാൻ, മണ്ണിൽ കളിക്കാൻ, അതിന് വേണ്ടിയിട്ടുണ്ട് ആൾ കാലത്ത് തന്നെ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം അമ്മേരെ പണിയൊക്കെ അവിടെ കെടുക്കും ഇവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ വെച്ചാൽ ഇവളെപ്പോഴും അമ്മ എടുക്ക് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മറ്റു പണികളൊക്കെ ചെയ്യാൻ അത് പറ്റില്ലേ, ഇവളെപ്പോഴും എടുത്തുകൊണ്ട് നടക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അത് കാരണം എപ്പോഴും അമ്മേരെ പണി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അമ്മ എന്നോട് കൂട്ടാൻ കാച്ചാൻ പറഞ്ഞിട്ട് പുറത്തോട്ട് പോയിട്ടാണ്. അച്ഛന് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ഛൻ ചൂടും വെള്ളത്തിലാണ് കേട്ടോ കുളിക്കാറ്. ഇപ്പോൾ മഴയല്ലേ 2-3 ദിവസമായിട്ട്, അപ്പോൾ ഇത്തിരി തണുപ്പാടുണ്ട്. അപ്പോൾ അച്ഛൻ ചൂടും വെള്ളത്തിലാണ് കുളിക്കാറ്. പിന്നെ അച്ഛന് വയ്യാണ്ടിരിക്കുകയാണ്. അച്ഛനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ആൾ ചൂടും വെള്ളത്തിലാണ് കുളിക്കാറ്. അപ്പോൾ അമ്മ വെള്ളം ചൂടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചുട്ടനും അമ്മമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. അടുപ്പിലാണ് കേട്ടോ വെള്ളം ചൂടാക്കണം പുറത്ത്. അപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് രണ്ടാളും കൂടിയിട്ട്. എനിക്ക് വേഗം കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി കുറച്ച് ഡ്രസ്സുകളൊക്കെ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ ഇട്ട് മാറിയ ഡ്രസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ വേഗം തന്നെ കുറുക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. വെള്ളം ചൂടാക്കാ ചതക്ക്. എന്തൊരു ചൂല കയ്യില്. മിറ്റടിക്കാൻ പോണ മരപ്പോന്നെ മിറ്റടിച്ചാ അടിക്ക്. അപ്പോൾ നമ്മുടെ അടുക്കളപ്പണിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതേ പുറത്തുനിന്ന് അടിച്ചൂരി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഇങ്ങനെ അടുക്കളയിൽ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. സ്റ്റൗവൊക്കെ ഒന്ന് തുടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ അമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. അതേ മുടിയൊന്ന് ഉണക്കാണ്. അച്ഛൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പുറത്തെ പുറത്തെ റൂമിൽ അച്ചാച്ചൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അവൾ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.